ഹലോ എവ്രിവൺ, ഹെഡ് അപ്പ് കീകളിലേക്ക് തിരികെ സ്വാഗതം. ഒരു ഹെയർ പ്രൊഫഷണൽ എന്ന നിലയിൽ നിങ്ങളുടെ ജോലിയുടെ കാര്യം വരുമ്പോൾ ഓരോ ദിവസവും അടുത്ത ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് പുതിയ ആളുകളെ കണ്ടുമുട്ടാനും പുതിയ വഴികൾ നിങ്ങളുടെ സർഗാത്മകത പ്രകടിപ്പിക്കാനും കഴിയും. എന്നാൽ എല്ലായ്പ്പോഴും സ്മൂത്ത്ലി കാര്യങ്ങൾ നടക്കില്ല. നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ചില സമ്മർദ്ദങ്ങളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ പ്രൊഫഷണൽ ചാലഞ്ചുകൾ നേരിടാനുള്ള മികച്ച വഴികൾ കണ്ടെത്താനുള്ള സമയമാണിത്. നിങ്ങൾ ഒരു ഫ്രീലാൻസറാണോ, തൊഴിലാളിയോ, മാനേജറോ ആകട്ടെ, ബൗണ്ടറികൾ സെറ്റ് ചെയ്ത് അവ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നതാണ് സ്ട്രെസ് കുറയ്ക്കാനുള്ള ഒരു മികച്ച മാർഗം. അതായത് സമ്മർദ്ദകരമായ ഇടപെടലുകൾ തടയാനുള്ള ഒരു മികച്ച മാർഗമാണിത്. ആദ്യം നമുക്ക് ക്ലയന്റുമായുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ച് ചിട്ടകൾ കൊണ്ടുവന്നു. അതെന്നെ സഹായിച്ചു. അതോടെ എനിക്ക് മനസ്സിലായി ബാക്കി പ്രൊഫഷനെ പോലെ തന്നെ എൻ്റെ പ്രൊഫഷനും ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഉദാഹരണത്തിന്, ഒരു കസ്റ്റമറിന് ഹെയർ ചെയ്യണമെങ്കിൽ അവർ സമയം കണ്ടെത്തും. ഒരു ഡോക്ടറിനെ കാണുന്ന പോലെ, അല്ലെങ്കിൽ വക്കീലിനെ പോലെ, ഡെന്റിസ്റ്റിനെ പോലെ. അവർ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പ്രൊഫഷൻ അതേപോലെ സാറ്റിസ്ഫൈങ് ആണെന്ന്. നിങ്ങളുടെ തൊഴിൽ നയങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് ആരംഭിക്കാനുള്ള ഒരു നല്ല സ്ഥലമാണിത്. നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഒരു ചെറിയ ഡോക്യുമെന്റ് ഉണ്ടാക്കുക. ആളുകൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും ചില തെറ്റിദ്ധാരണകൾ തടയാനും ഇത് സഹായിക്കുന്നു. ഓൺലൈൻ ബുക്കിംഗ് സർവീസ് ഉണ്ടെങ്കിൽ പുതിയ ക്ലയന്റുകൾക്ക് ഇമെയിൽ വഴി ഇത് അയക്കാം. നിങ്ങളൊരു ഫ്രീലാൻസർ ആണെങ്കിൽ നിങ്ങളുടെ ബുക്കിംഗ് സംവിധാനങ്ങളും ബിസിനസ് ഓട്ടോമേഷൻസുകളും സജ്ജീകരിക്കാൻ സമയമെടുക്കുക. നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സും നിങ്ങളെ എങ്ങനെ ബന്ധപ്പെടണം എന്നതും വ്യക്തമായി പ്രസ്താവിക്കുക. നിങ്ങളൊരു മൊബൈൽ ഹെയർ ഡ്രസ്സർ ആണെങ്കിൽ വിജയത്തിനായി സ്വയം തയ്യാറാക്കുക. ഒരു ബെസ്റ്റ് വർക്കിനായി സ്വന്തം ജോലി ചെയ്യാനുള്ള നിബന്ധനകൾ ക്ലയന്റിന് വീട്ടിലൊരുക്കാൻ അവരോട് പറയും. ഉദാഹരണത്തിന്, വൃത്തിയുള്ള ഒരു ജോലിസ്ഥലം തയ്യാറാക്കാൻ നിങ്ങളുടെ ക്ലയന്റിനോട് ആവശ്യപ്പെടുക. നല്ല വെളിച്ചമുള്ള മുറിയിൽ കണ്ണാടിക്ക് മുന്നിൽ ഒരു കസേര സ്ഥാപിക്കുക. കണ്ണാടി എത്ര വലുതാണോ അത്രയും നല്ലത്. അപ്പോയിന്റ്മെന്റിന് എടുക്കേണ്ട സമയത്തിന്റെ അളവ് വ്യക്തമാക്കുക. നിങ്ങൾക്ക് എങ്ങനെ അവരുടെ മുടി വാഷ് ആൻഡ് റിൻസ് ചെയ്യണമെന്ന് ചോദിക്കുക. മുടിയുടെ അപ്പോയിന്റ്മെന്റിന് മുൻപായി കൺസൾട്ടേഷൻസ് നടത്തുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനാകുമെന്നും എന്താണ് ചെയ്യാൻ സാധിക്കുന്നതെന്നും ക്ലയന്റുകളോട് പറയുക. ഉദാഹരണത്തിന്, ക്ലയന്റുകളോട് അവർ ആഗ്രഹിക്കുന്ന വർണ്ണഫലം എത്ര സെഷനുകളായി എടുത്തേക്കാമെന്നും അതുപോലെ റിക്വയർഡ് മെയിന്റനൻസും പറയുക. ചിലപ്പോൾ നിങ്ങൾ ക്ലയന്റുകളെ നേരിട്ടൊരു കൺസൾട്ടേഷനായി ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ നയങ്ങൾ, നിങ്ങളുടെ വിലകൾ, നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നിവ നോക്കാതെ ആ കൂടിക്കാഴ്ചയ്ക്കായി അവർ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും അത് സാധ്യമാകില്ലെന്ന്. 15 ക്ലയൻസ് വരെ ഒരു ദിവസത്തിൽ അറ്റൻഡ് ചെയ്യാം, പക്ഷേ നിങ്ങൾ ഫിസിക്കലിയും മെന്റലിയും തളർന്നു പോകും. അത് നിങ്ങളുടെ സമയവും അവരുടെ സമയവും പാഴാക്കും. അതുകൊണ്ട് ഇമെയിൽ വഴി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ഏത് തരത്തിലുള്ള ഹെയർ പ്രോ ആണെങ്കിലും തുടക്കത്തിൽ നിങ്ങളുടെ സേവനങ്ങളുടെ വിലയെക്കുറിച്ച് മുൻകൂട്ടി പറയുക. തുടക്കത്തിൽ തന്നെ കസ്റ്റമേഴ്സിനോട് വ്യക്തമാക്കുക. പിന്നീടുള്ള മോശം ഇടപെടലുകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത സമ്മർദ്ദപൂരിതമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ അതിരുകൾ നിർണ്ണയിക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ക്ലയന്റ്സ് വൈകിയേക്കാം. ഒരുപക്ഷെ അവർക്ക് ഈ പ്രതികരണങ്ങൾ ഇഷ്ടപ്പെടാതിരുന്നേക്കാം. സാഹചര്യം എന്തു തന്നെയായാലും ഈ കാര്യങ്ങൾ എല്ലായ്പ്പോഴും സംഭവിക്കുന്നു. നിങ്ങൾക്കിത് മാറ്റാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾക്ക് അവയ്ക്കായി തയ്യാറാകാനും തൽഫലമായി സമ്മർദ്ദം കുറഞ്ഞ രീതിയിൽ പ്രതികരിക്കാനും കഴിയും. നിങ്ങളുടെ ടൂൾ ബോക്സിൽ തയ്യാറാക്കിയ പ്രൊഫഷണൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു ലിസ്റ്റ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യേണ്ടത്. ഒരു ക്ലയന്റ് 15 മിനിറ്റ് വൈകി വരുമ്പോൾ നിങ്ങൾക്ക് ആ ജോലി പൂർത്തിയാക്കാൻ വളരെ കുറച്ച് സമയമാണുള്ളത്. ഇത് വളരെയധികം സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ക്ലയന്റിനോട് സംസാരിക്കൂ, ഈ ജോലി എങ്ങനെ പൂർത്തിയാക്കാമെന്ന്. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ 20 മിനിറ്റ് വൈകിയതുകൊണ്ട് ഫുൾ ഹൈലൈറ്റ് ചെയ്യാൻ കഴിയില്ല, പക്ഷേ പാർഷ്യൽ ഹൈലൈറ്റ് ചെയ്യാൻ കഴിയും. ഇത് നിങ്ങൾക്ക് പറയാം. ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണലിസം കാണിക്കുകയും ക്ലയന്റ്സിന്റെ റെസ്പെക്ട് നേടുകയും ചെയ്യാം. ഏതെങ്കിലും ക്ലയന്റിന് എന്റെ സർവീസിൽ സന്തോഷമില്ലെങ്കിൽ അപ്പോൾ ഞാൻ എന്റെ സ്ഥാപനമായതുകൊണ്ട് തീർച്ചയായും സംതൃപ്തിയായിരിക്കില്ല. കാരണം ക്ലയന്റ് ആണല്ല. നിങ്ങൾക്കറിയാം ക്ലയന്റിന് അവരുടെ ഭയത്തെക്കുറിച്ച് അറിയാമെന്ന്. ക്ലയന്റിന് അവരുടെ കംഫർട്ട് സോണിനെ കുറിച്ച് ശരിക്കും അറിയാം. എന്നുവെച്ചാൽ നമ്മളാണ് അവരുടെ സ്റ്റൈൽ എൻഹാൻസ് ചെയ്ത് അവർക്ക് ബെറ്റർ ലുക്ക് കൊടുക്കുക. എന്നിട്ടും ഏതെങ്കിലും ക്ലയന്റ് കംഫർട്ടബിൾ അല്ല എങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഒന്നാമതായി ക്ലയന്റിന്റെ കാര്യങ്ങൾ കേൾക്കുകയും അവരുടെ വികാരങ്ങൾ തിരിച്ചറിയുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ഡിഫെൻഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അവർ സന്തുഷ്ടരല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാവുന്നതാണ്. തുടർന്ന് അവർ എങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചോദിക്കുക. ഉദാഹരണത്തിന്, അതെ, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നു. നിങ്ങൾ നിരാശരായതിൽ ഖേദിക്കുന്നു. ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാനാകും? ഇവയുടെ വ്യത്യസ്ത വേർഷൻസ് നിങ്ങളുടെ സ്വന്തം വാക്കിൽ പറയൂ. 5 ഒരാൾ ആങ്സൈറ്റിയുമായി മല്ലിടുമ്പോൾ അത് അനുഭവിക്കുന്ന ഒരു ക്ലയന്റുമായി ഇടപഴകുന്നത് അസാധാരണമല്ല.
നിങ്ങളൊരു ആങ്ഷ്യസ് ക്ലയന്റിനെ തിരിച്ചറിഞ്ഞുവെങ്കിൽ അവരുടെ ഫീലിംഗ്സിനെ മനസ്സിലാക്കൂ. അവരുമായി ഇടപഴകാൻ നിങ്ങളുടെ ബോഡി ലാംഗ്വേജും ഭാഷയും യൂസ് ചെയ്യൂ. ഇത് കൂടുതൽ പോസിറ്റീവ് അനുഭവം സൃഷ്ടിക്കാൻ സഹായിക്കും. ഒരു സ്ട്രെസ്ഡായ ക്ലയന്റിനെ ഡീൽ ചെയ്യുന്നത് വളരെ കഠിനമാണ്. അഥവാ നിങ്ങൾ ആ എനർജി അബ്സോർബ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ തൊഴിൽ അന്തരീക്ഷത്തിലും ക്ലയൻസിലും കോവർക്കേഴ്സിലും ഉണ്ടായിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് കസ്റ്റമർ സ്ട്രെസ്ഡ് ആണ് വരുന്നെങ്കിൽ അത് വേറെവരെയും സ്ട്രെസ്ഡ് ആക്കി കളയും. കസ്റ്റമറുടെ സ്ട്രെസ് സലൂണിൽ സംഭവിക്കുന്ന മറ്റു പല കാര്യങ്ങളും അത് നമ്മുടെ ശ്രദ്ധയിൽ മങ്ങലുണ്ടാക്കുന്നു. അത് കാരണം സ്റ്റൈലിഷിന് അവരുടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നിങ്ങൾ എപ്പോഴും കരുതലോടെ ഇരിക്കണം. എനിക്ക് തോന്നുന്നു ആ ബാലൻസ് എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന്. സലോണിൽ എപ്പോഴും ഞങ്ങൾ ശ്രമിക്കുന്നത് എന്തെന്നാൽ നല്ല സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾ ശ്രമിക്കുന്നത് ക്ലയന്റ് സലോണിൽ വരുമ്പോൾ അവർ കംഫർട്ടബിൾ ആകണം, പിന്നെ അവർ വളരെ നല്ല ഒരു അനുഭവം എൻജോയ് ചെയ്തു പോകണമെന്നാണ്. നിങ്ങൾ ഏറ്റവും ആസ്വദിക്കുന്ന നിങ്ങളുടെ ക്ലയന്റുമായുള്ള ഇന്ററാക്ഷൻസ് 1-2 ഉദാഹരണങ്ങൾ എഴുതുക. ഒരു ഹെയർ പ്രൊഫഷണൽ ആകാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇവയാണ്. നിങ്ങളുടെ ക്ലയന്റുമായി നിങ്ങൾ മിക്കപ്പോഴും നടത്തുന്ന സമ്മർദ്ദപൂരിതമായ ഇടപെടലുകളോ 1-2 ഉദാഹരണങ്ങളോ ഇപ്പോൾ എഴുതുക. അടുത്തതായി ഈ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന 1-2 വാക്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അവ എഴുതുക. നിങ്ങളൊരു സലോണിൽ ജോലി ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഇടപഴകുന്നത് ക്ലയന്റുകളോട് മാത്രമല്ല. നിങ്ങൾക്ക് സഹപ്രവർത്തകരെ ലഭിച്ചു. അവർ നിങ്ങൾക്കൊരു നല്ല പിന്തുണയാകാം, അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് സ്ട്രെസ് ആകാം. മികച്ച കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ മെയിൻ ഫോക്കസ്. അത് സൈക്കോളജിക്കൽ സേഫ്റ്റി ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇതിനർത്ഥം സലോണിലുള്ള എല്ലാവർക്കും സംസാരിക്കാൻ കഴിയും. നാണമോ അപമാനമോ ഇല്ലാതെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക, ആശങ്കകൾ ഉന്നയിക്കുക. ആശയവിനിമയം പ്രധാനമാണ്. നിങ്ങളുടെ ദിവസം നന്നായി പോകുന്നില്ലെങ്കിൽ നന്നായി പോകുന്നില്ലെന്നാണ് അർത്ഥം. അത് തികച്ചും ശരിയാണ്. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരുമായി സംസാരിക്കാം. നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യുക വളരെ പ്രധാനമാണ്. നമ്മൾ നമ്മളെ തന്നെ പലപ്പോഴും മറന്നുപോകുന്നു. അതുകൊണ്ട് ഇമോഷൻസ് ഷെയർ ചെയ്യുന്നില്ല. അത് കാരണം ഇമോഷൻസ് ബിൽഡപ്പ് ആകുന്നു. ആളുകളോട് ഓപ്പൺ അപ്പ് ആകൂ. നിങ്ങൾ എവിടെയെങ്കിലും പെട്ടുപോയാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ സലൂണിൽ എന്ത് തന്നെ ജോലി ആയിക്കോട്ടെ, ആരോഗ്യകരമായ ഒരു സലൂൺ കൾച്ചർ സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾ ഒരു വലിയ പങ്ക് വഹിക്കുന്നു. ഇത് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടബിലിറ്റിയാണ്. ഇതിനർത്ഥം മാറ്റം നിങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു. നിങ്ങൾ മുറിയിലേക്ക് കൊണ്ടുവരുന്ന ഊർജ്ജത്തെക്കുറിച്ചും ഇത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ശ്രദ്ധിക്കുക. ഞങ്ങൾക്കൊരു ടിപ്പ് ലഭിച്ചു. ആ സെൽഫ് കെയർ ടിപ്പുകൾ ഓർക്കുന്നുണ്ടോ? അത് നിങ്ങളുടെ ജോലിയിൽ മികച്ച എനർജി കൊണ്ടുവരാൻ സഹായിക്കും. നിങ്ങളൊരു മാനേജർ ആണെങ്കിൽ പ്രധാന റോളുകളും ജോലികളും നിർവചിക്കുക. ആളുകൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അറിയേണ്ടത് പ്രധാനമാണ്. നില തൂക്കുന്നതോ അലക്കുന്നതോ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതോ. നിങ്ങളുടെ പ്രതീക്ഷകൾ വ്യക്തമാക്കുക. അങ്ങനെ നിങ്ങളുടെ ടീമിൽ കൺഫ്യൂഷൻ കുറയുന്നു. അങ്ങനെ ആങ്സൈറ്റിയും കുറയുന്നു. നിങ്ങൾ കസേരയുടെ പിന്നിൽ പ്രവർത്തിക്കുകയും ഒരേ സമയം ഒരു സലൂൺ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു മാനേജറായിരിക്കുമ്പോൾ നിങ്ങളോട് എപ്പോഴൊക്കെയാണ് സംസാരിക്കേണ്ടത് ഏറ്റവും നല്ലതെന്ന് അറിയാൻ നിങ്ങളുടെ ടീമിന് ബുദ്ധിമുട്ടായിരിക്കും. മാസത്തിൽ ഒരിക്കലോ 3 മാസം കൂടുമ്പോഴോ നിങ്ങളുടെ ടീം അംഗങ്ങളുമായി ചെക്ക് ചെയ്ത് അത് ആസൂത്രണം ചെയ്യുക. ഒരു ആരോഗ്യകരമായ ടീം മുകളിൽ നിന്ന് ആരംഭിക്കുന്നു. ഒരു നല്ല വർക്ക് ലൈഫ് ബാലൻസ് സൃഷ്ടിക്കാൻ നിങ്ങളുടെ ടീമിനെ പ്രോത്സാഹിപ്പിക്കുക. കാരണം അത് എന്നെക്കുറിച്ച് മാത്രമല്ല, എനിക്കൊരു ടീമുണ്ട്, അവർക്കും ബാധകമാകും. നിങ്ങൾ വാസ്തവത്തിൽ അവരോടൊപ്പം പകുതി ദിവസം അല്ലെങ്കിൽ പകുതി ജീവിതമാണ് ജീവിക്കുന്നത്. ഇവർ വാസ്തവത്തിൽ എന്റെ ജോലിക്കാരല്ല. എന്റെ ജീവിതത്തിൽ കുടുംബം കഴിഞ്ഞാൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് ചുറ്റും ധാരാളം ആളുകളുണ്ട്. അൾട്ടിമേറ്റ്ലി ഒരു ഹെൽത്തി സലൂൺ കൾച്ചർ ഓരോരുത്തരും അവരുടെ പങ്ക് വഹിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. ഞങ്ങൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എങ്ങനെയാണ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൈകാര്യം ചെയ്യുന്നത്? ഇത് നിങ്ങൾ എല്ലാ ഹെയർ പ്രോസിനും വേണ്ടിയുള്ളതാണ്. ഫ്രീലാൻസ്, എംപ്ലോയി അല്ലെങ്കിൽ മാനേജർ. നിങ്ങളുടെ നോട്ട്ബുക്കിലെ എപ്പിസോഡിന്റെ 3-ാം വിഭാഗത്തിൽ പോയി നിർദ്ദേശങ്ങൾ പാലിക്കുക. വളരെ സാവധാനം ഓർക്കുക. ആരോഗ്യകരമായ തൊഴിൽ സംസ്കാരം ക്ലയന്റ്സുമായും കോവർക്കേഴ്സുമായുമുള്ള നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ആശ്രയിച്ചിരിക്കുന്നു. ഫിസിക്കൽ എൻവയറമെന്റും കണക്കിലെടുക്കുന്നു. ഇതെല്ലാം നല്ല എർഗണോമിക്സിന് വേണ്ടിയാണ്, അതായത് കാര്യക്ഷമതയും സൗകര്യത്തിനും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഒരു ഹെയർ പ്രൊഫഷണൽ എന്ന നിലയിൽ നിങ്ങൾ ദിവസം മുഴുവൻ നിങ്ങളുടെ കാലിലാണ്. അതിനാൽ നിങ്ങൾ ധരിക്കുന്ന ഷൂസ് തരങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, തറയെക്കുറിച്ചും ചിന്തിക്കുക. ഹാർഡ് ഫ്ലോറിംഗ് നിങ്ങളുടെ പാദങ്ങൾ, കാലുകൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ നട്ടെല്ലിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു.
അതിനാൽ ആന്റി ഫറ്റീഗ് ഫ്ലോർ മാറ്റുകൾ വാങ്ങുന്നത് പരിഗണിക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിന് സ്ട്രെയിൻ കുറയ്ക്കുകയും പിന്നെ ചുറുചുറുപ്പോടെ നടക്കാൻ സഹായിക്കുകയും ചെയ്യും. നമ്മൾ എല്ലാ വലുപ്പത്തിലുമുണ്ട്, അതിനാൽ ഞങ്ങൾക്ക് എല്ലാ ഉയരങ്ങൾക്കും അനുയോജ്യമായ കസേര വളരെ ആവശ്യമാണ്. ക്ലയന്റിന് പകരം നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വേണം സീറ്റ് ക്രമീകരിക്കാൻ. നിങ്ങളുടെ കഴുത്ത് കുറച്ച് വളയ്ക്കുക, അത് കഠിനവും ദീർഘകാലത്തെ വേദനയും ഒഴിവാക്കും. നിങ്ങൾ ഒരു മൊബൈൽ ഹെയർ ഡ്രസ്സർ ആണെങ്കിൽ ക്രമീകരിക്കാവുന്ന ഒരു ഓഫീസ് കസേര ആവശ്യപ്പെടുക. ഇപ്പോൾ മിക്കവർക്കും അതുണ്ട്. ഇപ്പോൾ റിമോട്ട് വർക്കിംഗ് കൾച്ചർ കൂടുതൽ പ്രചാരത്തിലുള്ളതുകൊണ്ട് സാഡിൽ സ്റ്റൂളുകൾ ലഭ്യമാണ്, അതിനാൽ സ്റ്റൈലിസ്റ്റിന് തറയിലിരിക്കേണ്ട ആവശ്യമില്ല. ഉപകരണങ്ങളുടെ ഭാരവും വലിപ്പവും പരിഗണിക്കുക. അവ ഭാരമുള്ളതായിരിക്കരുത്. നിങ്ങളൊരു മൊബൈൽ ഹെയർ ഡ്രസ്സർ ആണെങ്കിൽ കഴിയുന്നതും റോളർ ബാഗുകൾ ഉപയോഗിക്കുന്നത് ഉറപ്പാക്കുക. നിങ്ങൾക്ക് വലിച്ചു നീട്ടേണ്ടതില്ലാത്തതിനാൽ ട്രേകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കസേരയ്ക്ക് ചുറ്റും നടക്കാതിരിക്കുക. ഇപ്പോൾ ഷാംപൂ ബോൾസിനെ കുറിച്ച് സംസാരിക്കാം. പുറകിൽ നിന്നും വശത്തു നിന്നും പ്രവേശനമുള്ളവ ഉപയോഗിക്കുക. സാധ്യമെങ്കിൽ ശാന്തമായ മേഖലകളോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്വകാര്യ സ്റ്റാഫ് ഏരിയകളോ. ഇവിടെ സംസാരിക്കാൻ പാടുള്ളതല്ല. ഇങ്ങനത്തെ പോളിസീസ് കൊണ്ട് കാര്യങ്ങൾ നല്ലതാകുന്നു. നിങ്ങൾ ഒറ്റയ്ക്കോ ടീമിലോ ജോലി ചെയ്താലും നിങ്ങളുടെ പ്രവൃത്തി പരിചയത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വെൽനസ് ഇനിഷ്യേറ്റീവ്സ് ചെറിയ സ്റ്റെപ്പുകൾ കൊണ്ട് തുടങ്ങുക. കാലക്രമേണ നിങ്ങൾ നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ ക്ഷേമം മെച്ചപ്പെടുത്തും. ഹെഡ് അപ്പ് കീസിൽ ജോയിൻ ചെയ്യുന്നതിന് നന്ദി. ഹെയർ ഇൻഡസ്ട്രിയിലെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ സമയമെടുത്തതിന് ലോറിയൽ പ്രൊഫഷണൽസിലെ ഞങ്ങൾ എല്ലാവരും അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ കമ്മിറ്റ്മെന്റിലും സെൽഫ് റിഫ്ലക്ഷനിലും നിങ്ങളും അഭിമാനിക്കണം. എന്നാൽ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളെയും മറ്റുള്ളവരെയും പരിപാലിക്കാൻ നിങ്ങൾ പഠിക്കുന്ന ഉപകരണങ്ങൾ തുടർന്നും ഉപയോഗിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഹെഡ് അപ്പ് ടുഗദർ.